സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച ചെയ്ത തെറ്റ് പുറത്തു കിട്ടേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ അമൽ ജുമാ നിസ്കാരം, അതും ബാത്തിലാക്കി. അതെങ്ങനെ ബാത്തിലാക്കിയത്? അതിന്റെ ഭാഷ മാറ്റി കളഞ്ഞു. അതിന്റെ ഭാഷ മാറ്റി ആർക്കാണ് അധികാരം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു സംഗതി മാറ്റാൻ ആർക്കാണ് ഇവിടെ അധികാരം? 800 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമാ സഹീഹല്ല, ബാത്തിലാണ്. ജുമാ ബാത്തിലാണ്, ഖുത്ബ ബാത്തിലാണ്. ഖുത്ബ അറബിയിലാകണം. എന്താ തെളിവ്? അതൊരു ഫർളായ ദിക്റല്ലേ, അല്ലാഹു അക്ബർ വതഹിയ്യാത്തുക ദിക്റല്ലേ. അതുകൊണ്ട് നമ്മൾ വേറെ ഭാഷയിലാക്കില്ല ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞത് ഫസവില ദിക്റില്ലാഹി എന്നല്ലേ ഖുത്ബനെ പറ്റി പറഞ്ഞത്. അത് ദിക്റല്ലേ. ദിക്റുണ്ടോ? മാറ്റൽ നിങ്ങൾ ആരോ കേട്ടിനോ? ദിക്ർ വേറൊരു ഭാഷയെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് പകരം ഒരാൾ കുത്തിട്ട് അല്ലാഹ് ആരാധ്യനില്ല, അല്ലാഹ് ആരാധ്യൻ, ഇങ്ങനെ ആരോ ദിക്റല്ലേ. ബാങ്ക് ഒരു ദിക്റല്ലേ? ആ ബാങ്ക് അതിന്റെ അർത്ഥം എന്താ? അദാൻ, അറിയിപ്പ് എന്നല്ലേ നേരെ അർത്ഥം? അറിയിപ്പല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഹയ്യ അല സ്വലാത്ത് പറയുന്നതിന് പകരം നിസ്കരിക്കാൻ വരീനോ എന്ന് വിളിച്ചറിയാം. എന്തേ മുജാഹിദീങ്ങൾ അങ്ങനെ ചെയ്യാത്ത? ദിക്റുണ്ടോ ഭാഷ മാറ്റല്? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ദിക്റാണ് ഒന്ന്. രണ്ടാമത്തത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ധിക്കരിക്കാൻ പറ്റുമോ മുസ്ലിമിന്? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സല്ലു കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമാ ബാത്തിലാണ്. നബി ഇമാം റളിയല്ലാഹു അൻഹു 800 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ സഹാബിയും ഒരു ഇമാമും ഒരു പണ്ഡിതനും നബിതങ്ങളെ കാലം മുതൽക്ക് 1300 കൊല്ലം വരെ ലോകത്തൊരു പള്ളിയിലും ഒരു രാഷ്ട്രത്തിലും അറബിയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല.